നമ്മളിപ്പോൾ മരിച്ചു പോവുകയാണെന്ന് വെക്കി. മരിച്ചു പോകുമ്പോൾ ആദ്യം നമ്മുടെ ആത്മാവ് എത്തുന്നത് ഒരു റെസ്റ്റിംഗ് ഹാൾ എന്ന് പറയും. അവിടെ ഫുള്ള് ഇരുട്ടാണ്, പാറകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അവിടെ ഫുള്ളും ഈ കലകയെന്ന് പോലുള്ള ആൾക്കാർ, അവർക്ക് ലാംഗ്വേജ് ഇല്ല, കറുത്ത ആൾക്കാരായിരിക്കും, പേടിപ്പിക്കുന്ന രൂപമായിരിക്കും, അവർക്ക് അംഗവൈകല്യം വന്ന ആൾക്കാരായിരിക്കും, ദുരാത്മാക്കളാണ് അവിടെ കൂടുതലും. കണ്ടാൽ പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഇഴജീവികൾ അവരുടെ കൂടെ ഇഴഞ്ഞു നടക്കുന്നു. 4ാമത്തെ മണ്ഡലത്തിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ആത്മാവ് താഴേക്ക് വരണം, മേലേക്ക് പോകണം. അവിടെ വെച്ചിട്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്നത് എവിടേക്കാണ്. അപ്പം നമ്മൾ ഭൂമിയിലുള്ളത് നമ്മുടെ ഒരു അതിഥി മന്ദിരം മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ വീട് എന്ന് പറയുന്നത് പരലോകത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ജീവൻ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ നമ്മുടെ ശരീരത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദർശന മാമാണ്. നമസ്കാരം. നമസ്തേ മാം. ഈ ആകാശിക് റെക്കോർഡ്സ് നമ്മൾ പല കാര്യങ്ങൾ, ആകാശിക് റെക്കോർഡ്സിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ തലം വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ ഈ ആകാശിക് റെക്കോർഡ്സ് മാറ്റുന്നത്? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ആകാശിക് റെക്കോർഡ് ഇപ്പോഴും പല മിഥ്യാധാരണകളും പലരിലും വെച്ച് പുലർത്തുന്നുണ്ട്. ഞാൻ പല മുമ്പത്തെ എപ്പിസോഡുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലിരുന്ന് അതായത് നമ്മുടെ ഈ ലെവൽ, ഈ ഭൂമിയിലല്ല, അല്ലാതെ ഒരു ഹയർ റെലം എന്ന് പറയും. ആ റെലത്തിലിരുന്ന് ചെയ്യേണ്ട ഒരു ഹീലിംഗ് മൊഡാലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു റീഡിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു കർമ്മ റിലേറ്റഡ് ആണ്. മെയിൻ ഇത് കർമ്മ റിലേറ്റഡ് ആണ്. നമുക്ക് 3 തരത്തിലുള്ള കർമാസ് ഉണ്ട്. സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗമ കർമ്മം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കർമ്മങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആകാശിക് റെക്കോർഡ് മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത്. ചില ആൾക്കാർ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഇടുക, അത് ശരിയായിരിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു പർട്ടിക്കുലർ കർമ്മം ക്ലെൻസിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 2 കാര്യത്തിനാണ് ആകാശിക് റെക്കോർഡ് മെയിനായിട്ട്. ഒന്ന് വന്നിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ കർമ്മം ഹീൽ ചെയ്യാൻ പറ്റും. അതായത് ആ ലെവലിലിരുന്ന്, ഹയർ റെലത്തിലിരുന്ന് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലെസൺ പഠിക്കാം. ഇന്ന കാര്യം ലെസൺ എന്ന് പറയുമ്പോൾ അത് സോളിന്റെ ലെസൺ ആണോ? സോളിന്റെ, ആത്മാവിന്റെ ലെസൺ ആണ് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ആത്മാക്കളാണല്ലോ. അതായത് 100 ജന്മം എടുത്ത കഴിഞ്ഞവരുണ്ടാവാം, 150 ഉണ്ടാവാം, 300 ജന്മങ്ങൾ വരെ അത് എല്ലാ മനുഷ്യജന്മം ആയിക്കൊള്ളണം എന്നില്ല. പല ജന്മങ്ങളിലൂടെ വന്ന് കല്ലായും പുൽച്ചെടിയായും വലിയ വൻവൃക്ഷമായും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴഞ്ഞു നടക്കുന്ന ജീവികളാവാം, അല്ലെങ്കിൽ നാൽക്കാലികളാവാം. എല്ലാ ജന്മങ്ങളും കഴിഞ്ഞ് വരുന്നതിലാണ് മനുഷ്യജന്മം ആയിട്ട് വരുന്നത്. ചിലപ്പോൾ മനുഷ്യജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ വരും. അപ്പോൾ ഈ എല്ലാ ജന്മത്തിലെയും കൂടെ വരുന്ന സോളിൻ്റെ, ഈ ആത്മാവിൻ്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ പാഠം. ഇപ്പം മനുഷ്യജന്മത്തിൽ വരുമ്പോഴാണ് ഒരുപാട് ലെസൺസ് നമ്മൾ പഠിക്കാൻ പറ്റും. ഇപ്പം മൃഗങ്ങൾക്കൊക്കെ എന്ത് ലെസൺ പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ മനുഷ്യജന്മമായി പിറവിയെടുക്കുമ്പോൾ നമുക്ക് ഓരോ ജന്മത്തിലും ഓരോ ലെസൺസ് പഠിക്കാനുണ്ട്. ആ പാഠം എത്രയും പെട്ടെന്ന് പഠിക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹയർ സോളിൽ എത്താൻ പറ്റും, അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ്, അല്ലെങ്കിൽ മോക്ഷ എന്ന് പറയാം. സിമ്പിളായി പറഞ്ഞ് മോക്ഷയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ആകാശിക് റെക്കോർഡ്സ് പഠിക്കുന്ന എല്ലാവർക്കും എന്തുകൊണ്ടാണ് മോക്ഷം ലഭിക്കാത്തത്? ആ ആത്മാവിന്റെ യാത്ര ഇനിയും ബാലൻസ് ഉണ്ടാവും. അതായത് കഴിഞ്ഞ ജന്മത്തെ ഞാൻ പറഞ്ഞല്ലേ, സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞ പുല്ലായിട്ടും പുഴുവായിട്ടും നാൽക്കാലികളായിട്ടും ഒക്കെ അത് നമ്മുടെ പൂന്താനം വളരെ മനോഹരമായിട്ട് ജ്ഞാനപ്പാനയിൽ എഴുതിയിട്ടുണ്ട്. എത്ര ജന്മം പ്രയാസമൊക്കെ പെട്ടിക്കാലം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ പശുക്കളായി, അല്ലെങ്കിൽ ആ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം എന്ന് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നു. മനുഷ്യജന്മമായി വരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം. കുറേ പേര് അത് എൻ്റെ കർമ്മദോഷമാണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു, എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആകാശിക് റെക്കോർഡിൽ നമ്മളിത് വരുന്ന, ഇപ്പോൾ രാഹുലാണ് എൻ്റെ അടുത്തേക്ക് ആകാശിക് റെക്കോർഡ് വരുന്നുണ്ടെങ്കിൽ ഈ അതായത് ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ
കൊണ്ടുവരുന്ന ആ ജന്മത്തിൽ കുറേ നമ്മൾ തെറ്റുകൾ ചെയ്തു. ഇതിനകത്തൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം കർമ്മ എന്ന് പറയുന്നത് നമ്മൾ മുൻ ജന്മങ്ങളിൽ നമുക്ക് വന്നു ചേർന്ന കാര്യങ്ങളാണ് കർമ്മ എന്ന് പറയുന്നത്. അത് മാറ്റാൻ കഴിയില്ല. അത് മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ആകാശ റെക്കോർഡ്സ് ഉപയോഗിച്ച് നമുക്ക് അത് ഹീൽ ചെയ്യാൻ കഴിയുന്നത്? അതായത് അതിന്റെ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് നമുക്ക് ഇപ്പൊ ഫുള്ളായിട്ട് ബോഡി ഇതായി പോവുകയെന്ന് വെക്കി, അതൊരു കർമ്മയായിരിക്കും നമുക്ക്, മനസ്സിലായോ? അപ്പൊ ആക്സിഡന്റ് പെടണം, നമ്മൾ അവിടെ ഈ കൈയും കാലും തളർന്ന് കിടക്കണം എന്നുള്ളതാണെങ്കിൽ നമുക്കത് ഹീലിംഗ് കൊടുത്ത് ആക്സിഡന്റ് എന്നുള്ളൊരു പർപ്പസ് അവിടെ നടക്കുമെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അതിന് ഓവർകം ചെയ്ത് അതായത് സഹിക്കാവുന്ന പരിധിയിലേക്ക് ആക്കാം. അല്ലാണ്ട് ഈ കർമ്മ ഫുള്ളായി തീരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ ആ കർമ്മ അവിടെ നിലനിൽക്കല്ലേ, അനുഭവിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് കർമ്മ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കർമ്മ അനുഭവിക്കാതെ ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും കർമ്മ അനുഭവിക്കാതെ പോവാതെ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ദോഷം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ എഫക്ട് കുറയ്ക്കുകയാണെങ്കിൽ അത് പിന്നീടുള്ള കർമ്മങ്ങളെ വീണ്ടും അഫക്ട് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത കർമ്മത്തിലേക്ക്, അടുത്ത ജന്മത്തിൽ നീ ആ കർമ്മ അത്രയും അനുഭവിച്ചില്ലല്ലോ, ഇനി അതിന്റെ ബാക്കി കിടക്കുകയല്ലേ എന്ന് ഉദ്ദേശിച്ച് അടുത്ത ജന്മത്തിൽ ഇത് വന്നുകൂടെ? ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം ചോദിച്ചതിനൊരു ഞാനൊരു കഥ പറഞ്ഞുതരാം. കേട്ടുകേൾവിയുള്ള കഥയാണ്. ഞാൻ വായിച്ചതോ കേട്ടതായിട്ടുള്ളൊരു ഒരു കഥയാണ് ഞാൻ പറഞ്ഞുതരാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ കേട്ടിട്ടുണ്ട്. നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവാണ്, മഹത്തായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കാളി എന്ന് ഭഗവതിനെ വിചാരിച്ചാൽ തന്നെ അദ്ദേഹം സമാധി ലെവലിലേക്ക് പോകും. അത്രയ്ക്ക് ഉയർന്ന സോളാണ്. എന്നിട്ട് പോലും അദ്ദേഹം മരിക്കുന്നത് ക്യാൻസർ. അതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന ജന്മമാണ്, അതായത് മോക്ഷയിലേക്ക് എത്താനായി. അതുകൊണ്ട് ആ ഒരു അസുഖം അദ്ദേഹത്തിന് വരണം. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ വന്നില്ല? അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ വന്ന കാളീനെ ഉപസിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനോ ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പൊ ഇതൊക്കെ അനുഭവിച്ച് അവസാനമാണ് ഈ അസുഖം വന്നത്. വന്നിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ വേദനകളൊന്നും ഇല്ലാതെ ഭഗവതിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അമ്മ എനിക്കിത് തന്നു എന്ന് ചോദിക്കുമ്പോൾ ഭഗവതി പറയാണ്, ഇത് നിന്റെ അവസാനത്തെ ജന്മമാണ്, ഇത് അനുഭവിച്ചാലേ നിനക്ക് മോക്ഷയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഭഗവതി അദ്ദേഹത്തിന് കൊടുക്കുന്ന വെളിപാട് കൊടുക്കുകയാണ്. അത് അപ്പോഴും ഇദ്ദേഹത്തിന് ഒരു അറിയാലോ, ആ അസുഖം വന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഏൽക്കാതെ അദ്ദേഹം കാളീനെ ഉപാസിക്കുമ്പോൾ തന്നെ അതിൻ്റെ വേദനകളൊന്നും അറിയാതെ, പക്ഷെ ആ അസുഖം ഉണ്ട് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ് അദ്ദേഹം മോക്ഷത്തിൽ. അതുകൊണ്ട് ഇതിൻ്റെ വേദന ഫുള്ളായി അനുഭവിച്ചാലേ, അങ്ങനെയില്ല. അത് വരണം എന്നുണ്ടെങ്കിൽ വരും. അത് ഏറ്റവും പ്രശ്നത്തിൽ അനുഭവിക്കണോ അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്. എല്ലാവരും ഇത്രയും പ്രശ്നത്തിലേക്ക് അനുഭവിക്കാൻ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം അതിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഈ ജന്മത്തിൽ അത് ഹീലിംഗ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ മാസ്റ്റർ പറഞ്ഞു തന്ന ഒരു സ്റ്റോറിയാണ്. അത് എനിക്ക് പർട്ടിക്കുലർ അത് ആർക്കാണ് ഉണ്ടായത്, രമണ മഹർഷി, എനിക്ക് അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു പേര് ഓർമ്മ വരില്ല, കേട്ടൊരു കഥ തന്നെയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ത്രികാലജ്ഞാനികൾക്ക് എന്താണ് അടുത്ത നിമിഷം നടക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് അറിയുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഡിസീസ് വന്നോട്ടെ, ചിലപ്പോൾ അതൊരു മുഴയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് കൂടുതലായിട്ടുള്ള. അപ്പം അദ്ദേഹം അതിനെ ഹീൽ ചെയ്ത് അത് മാറ്റും. അല്ലാണ്ട് ഇതിങ്ങനെ തന്നെ അനുഭവിച്ചോളണം എന്നില്ല, അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഏതെങ്കിലും ലെവലിൽ നമുക്കിതിൻ്റെ എന്താ പറയുക ഡെപ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട്, അല്ലാതെ അതങ്ങനെ തന്നെ അനുഭവിക്കണം എന്നും ഇല്ല. അതുകൊണ്ട് ഇത് അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വീണ്ടും ഇത് വരുമെന്നുമില്ല. ഈ ജന്മത്തിൽ അത് എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റ് അവിടെ സംഭവിച്ചു, പക്ഷെ നമുക്കത് അധികം പ്രശ്നമില്ലാതെ നമുക്ക് അത് പോകാൻ പറ്റും. അല്ലാണ്ട് അതിൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നില്ല. നേരത്തെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതുപോലുള്ള ആൾക്കാർ, സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ഇതും ഇങ്ങനത്തെ എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല. അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവർക്ക് മാത്രം അതിൻ്റെ ഇപ്പോൾ ഈ 18 സിദ്ധയോഗികളാണെങ്കിലും ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലുള്ള മഹാത്മാക്കളാണെങ്കിലും അവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും. അതിൻ്റെ ഡെൻസിറ്റി കുറച്ചിട്ട് തന്നെയാണ് അവർ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിപ്പോൾ കുറേ കൂടെ അത് കലികാലമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം. അപ്പോൾ ഓരോ കലികാലം 4 3 ഇത് കഴിയുമ്പോൾ സത്യയുഗം വരും, വീണ്ടും അവസാനിച്ച് ഇത് ഇങ്ങനെ സർക്കിളിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ കുറച്ചെങ്കിലും ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഹരേ രാമ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കർമ്മദോഷം നമുക്ക് തീരാൻ പറ്റും. ഇതിപ്പോൾ എന്തിനാണിത് തരുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നാൽ മാത്രമേ നമ്മൾ
ഈശ്വരനെ വിളിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഫുള്ളും എല്ലാ കാര്യങ്ങളും പക്കയായി പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ആലോചിക്കുമോ? ഇല്ല. അങ്ങനെ വിഷമങ്ങൾ കൊടുത്ത് വിളിക്കേണ്ട ഒരാളാണോ? അതായത് ഒരാൾക്ക് വിഷമം കൊടുത്തിട്ട് നീ എന്നെ വിഷമം വരുമ്പോ നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണോ ദൈവം എന്ന് പറയുന്നത്? അങ്ങനെയല്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ കുന്തിമാതാവിനെ എടുക്കാം, പഞ്ചപാണ്ഡവരുടെ മാതാവ്. അവര് ഭഗവാനോട് ആവശ്യപ്പെട്ടത് എന്താ? എനിക്ക് എപ്പോഴും വിഷമം തരണേ ഭഗവാനെ, എന്തിനാന്ന് വെച്ചാൽ എന്നാലേ ഞാൻ ഭഗവാനെ ആലോചിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായ എക്സ്പീരിയൻസുകളൊക്കെ അറിയാലോ. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ വിഷമം തന്നാലേ ഭഗവാൻ വരുള്ളൂ എന്നൊന്നും അല്ല. അത് നമുക്ക് ഒരു വിഷമം, ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഇതിന് മുമ്പുള്ള ഏജുകളിലൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, ഒരു പക്ക കേരള വുമൺസ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് പോകുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു പ്രശ്നം, ഒരു ആശ്രയം ഇല്ലാതാവുമ്പോൾ നമ്മൾ അവസാനം പോയി വിളിക്കുന്നത് അത് നല്ല ആത്മാക്കളാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല ആത്മാവാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ അത് ഭഗവാന്റെ നിശ്ചയമായിരിക്കും. അപ്പോൾ അവിടെ പോയി ഞാൻ സറണ്ടർ ചെയ്യണം. എനിക്കിനി വേറെ ആരും ഇല്ല, എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, എനിക്കിനി അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ അതിന്ന് നമ്മൾ കുറേ ലെസൺസ് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറേ പാഠങ്ങളും വേണം. അതാണ് ഞാൻ പറഞ്ഞ ആകാശിക് റെക്കോർഡിൽ ഒന്ന് ഹീലിംഗ് നടക്കും, അതേപോലെ തന്നെ ലെസൺ പഠിക്കും. എത്ര പെട്ടെന്ന് നമ്മൾ ഈ ലെസൺ പഠിക്കുന്നു അത്ര പെട്ടെന്ന് നമുക്ക് പോകാനായിട്ട്, അതായത് ഉയർന്ന ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉയർന്ന ലെവൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യട്ടെ, 10 മണ്ഡലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് 10 മണ്ഡലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 10 അത് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അത് സോൾസ്, അതായത് ഒരു മാമിൻ്റെ അവരുടെ മക്കള് 2 പേരും മരിച്ചുപോയി, ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. ആക്സിഡൻറ്റിൽ മരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് വേറെ ആരുമില്ല. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ അവർ വീണ്ടും ഭൂമിയിലേക്ക് വന്നിട്ട് ആക്സസ് കിട്ടിയതിന് ശേഷം അവരുടെ സോള് അവരുടെ സോള് ആക്സസ് കിട്ടി അമ്മേനെ കൊണ്ട് ഓട്ടോ റൈറ്റിംഗ്, ഞാൻ പറഞ്ഞല്ലോ ആകാശിക് റെക്കോർഡിൽ ഓട്ടോ റൈറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഓട്ടോ റൈറ്റിംഗ് ചെയ്യിപ്പിച്ച് ആ പുസ്തകം അവർ സംസാരിക്കുന്ന ലാംഗ്വേജിലാണ് ആ പുസ്തകം പുറത്തിറങ്ങി. ആമസോണിലൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഭൂമിയിൽ നിന്ന് 7 മണ്ഡലങ്ങളുണ്ട്. 7 മണ്ഡലങ്ങളെന്ന് 7 മെയിനായിട്ട് 7 മണ്ഡലങ്ങളുണ്ട്. 10 ഉണ്ട് ടോട്ടൽ. 7 മണ്ഡലങ്ങൾ നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ മരിച്ചു പോവുകയാണെന്ന് വെക്കി, മരിച്ചു പോകുമ്പോൾ ആദ്യം നമ്മുടെ ആത്മാവ് എത്തുന്നത് ഒരു റെസ്റ്റിംഗ് ഹാൾ എന്ന് പറയും. അതായത് നമ്മുടെ ആത്മാവിനെ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അവർ ആ 2 മക്കൾ അനുഭവിച്ച്, അതായത് ഇപ്പോൾ ആരും മരിച്ചു പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അത് സത്യമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഹാളിൽ ഇവർ കിടക്കുകയാണ്. ഹാളിൽ നമ്മുടെ സോളിന് കിടത്തി റെസ്റ്റ്, അതായത് കുറേ കാര്യങ്ങൾ അതിൽ പ്രകാശം നമുക്ക് ചുറ്റും അതൊരു ഹീലിംഗ് മൊഡാലിറ്റി പോലെ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ലെവലിലേക്ക്, അതായത് ഭൂമിയിൽ നിന്ന് തൊട്ട് ഉയർന്ന മണ്ഡലത്തിലേക്ക് നമ്മൾ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത മണ്ഡലത്തിലേക്ക് എത്തും. അവിടെ ഫുള്ള് ഇരുട്ടാണ്, പാറകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അവിടെ ഫുള്ളും ഈ കലകയെന്ന് പോലുള്ള ആൾക്കാർ, അവർക്ക് ലാംഗ്വേജ് ഇല്ല, കറുത്ത ആൾക്കാരായിരിക്കും, പേടിപ്പിക്കുന്ന രൂപമായിരിക്കും, അവർക്ക് അംഗവൈകല്യം വന്ന ആൾക്കാരായിരിക്കും, ദുരാത്മാക്കളാണ് അവിടെ കൂടുതലുള്ളത്. അത് ഒരുപാട് കർമ്മങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർ. ആ ഒരു മണ്ഡലത്തിൽ എഴഞ്ഞു നടക്കുന്ന ഇഴജീവികളുണ്ട്, കണ്ടാൽ പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഇഴജീവികൾ, അവരുടെ കൂടെ എഴഞ്ഞു നടക്കുന്ന ഒരു ലെവലാണ് ആദ്യത്തെ ലെവൽ, അതായത് ഭൂമിയിൽ നിന്ന് തൊട്ട് മേലുള്ള ലെവൽ. അത് കഴിഞ്ഞ് 2ാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കുമില്ല, എന്നിരുന്നാലും ഇതിനെപ്പോലെ ഇതിൻ്റെ കുറച്ച് ഇതായിട്ടുള്ള വേർഷനാണ്. അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നമ്മൾ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം ഉണ്ടാവുക, നമ്മളെ മുന്നോട്ട് പോകാൻ അയക്കാതിരിക്കുക, അതേപോലുള്ളൊരു മണ്ഡലമാണ് 2ാമത്തെ മണ്ഡലം. അത് മണലായിരിക്കും, അവിടെ പാറേനേക്കാളും അവിടെ ഒരു മണൽ ആണെന്നാണ് ഇത്. അത് കഴിഞ്ഞ് 3ാമത്തെ മണ്ഡലത്തിലെത്തുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടുണ്ടാവും. അവർക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ലെവലായിരിക്കും. 4ാമത്തേലെത്തുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാവും, വെളിച്ചവും ഉണ്ടാവും, ഇരുട്ടും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അവിടെ
കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ 3 നിന്നും വെച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാര്യങ്ങൾ. നമുക്ക് അത് കഴിഞ്ഞ് ഈ 4ാമത്തെ മണ്ഡലത്തിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ആത്മാവ് താഴേക്ക് വരണോ മേലേക്ക് പോകണമെന്ന്. അവിടെ വെച്ചിട്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്നത് എവിടേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരാധീനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും മേലത്തെ ലെവലിലേക്ക് പോയാൽ. താഴേക്ക് വന്നാൽ ഒരിക്കലും നമുക്ക് പിന്നെ 100-150 വർഷങ്ങളോളം അവിടെ തന്നെ കിടക്കാം. അത് കാരണം ആ 1ാമത്തിലും 1ലും 2ലും 3ലും പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ഉയരാൻ അനുവദിക്കില്ല. അവർ അവിടെ പിടിച്ചു വെക്കും. 4ാമത്തിൽ നിന്ന് 5-6ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സമാധാനമാണ്. 6ഒക്കെ എന്താ പറയുക, നല്ല ആത്മാക്കളാണ്, അവർക്ക് പ്രായം കുറവാണ്. അതായത് ഈ കുട്ടികളുടെ മുത്തശ്ശൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ മുത്തശ്ശൻ മരിക്കുന്നത് അവർ പപ്പ എന്നാണ് വിളിക്കുന്നത്, മുത്തശ്ശനെ വിളിക്കുന്നത്. മുത്തശ്ശൻ മരിക്കുന്നത് 90ാമത്തെ വയസ്സാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ സോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ മരിക്കുന്ന സമയത്ത് രാഹുൽ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മരിക്കുന്ന സമയത്ത് നമ്മുടെ പൂർവികന്മാർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സോൾ നമ്മളെ കൂട്ടാനായിട്ട് വരും. പല ആളുകളും മരിക്കുക. അപ്പൊ നോർമൽ വന്നു എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. നോർമൽ ഡെത്ത് മരിക്കുക, അതായത് ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ടൊരു ഇത് മരിക്കുന്ന അവർക്ക് അറിയുവാണെങ്കിൽ നോർമൽ ഡെത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇവരെ കൂട്ടാനായിട്ട് ഇവരുടെ പൂർവികന്മാരാരെങ്കിലും അവരുടെ സോള് വരും. അതെ, മരണത്തിന് 2 ദിവസം മുമ്പിട്ട് അവരുടെ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെ കാണുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാവണപ്രഭു സിനിമ ഇപ്പൊ വീണ്ടും റിലീസ് ആയതാണ്. അതിൽ പറയുന്ന രേവതിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, മരിച്ചു പോയവരൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും അവരെ കാണാലോ പറയുന്നുണ്ട്. അച്ഛനെ ശാരദയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് പറയുമ്പോഴേക്കും അടുത്ത നിമിഷം രേവതി മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വരും, സോൾസ് വരും. പക്ഷെ പെട്ടെന്ന് ആക്സിഡന്റ് ആവുകയാണ്, പെട്ടെന്നുള്ള മരണമാണെന്നുണ്ടെങ്കിൽ ഈ സോളിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികന്മാർക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ വൈകിട്ട് എത്തുള്ളൂ. കാരണം ഇവരുടെ ആക്സിഡന്റ് ഡെത്ത് ആയിരുന്നു, ഞാൻ ഈ പറഞ്ഞ 2 വ്യക്തികളുടെ ആക്സിഡന്റ് ഡെത്ത് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ മുത്തശ്ശന് വരാൻ, ഇവരുടെ പപ്പാന്ന് വിളിക്കുന്നവരുടെ മുത്തച്ഛന് വരാൻ കുറച്ച് താമസം എടുത്തു. അപ്പൊ ഇവരുടെ കാർ ഇടിച്ചിട്ടാണ് ഇവർ കാറ് വലിയൊരു മരത്തിൽ പോയി ഇടിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഇത് ബോഡിയിൽ നിന്ന് ഹിറ്റ് ചെയ്ത് പോയി. അതായത് സോള് മാറി നിന്നിട്ട് ഇവര് നോക്കുന്ന സമയത്ത് ഇവർ അയ്യോ എന്നെ കൂട്ടാൻ ആരും വന്നിട്ടില്ലേ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പപ്പ. അപ്പൊ നോക്കുമ്പോൾ അയ്യോ ഇത് ഋതു അല്ലേ ചോദിക്കും. ഋതു പറഞ്ഞ ഇവരുടെ കൂടെ മരിച്ച അനിയനല്ലേ എന്നാണ് വിചാരിക്കുന്നത്. അനിയന് 30 വയസ്സാണ് പ്രായം. അപ്പൊ ഈ കുട്ടി ഈ ആള് ചോദിക്കുകയാണ്, അയ്യോ ഇത് ഋതു അല്ലേ പറയുമ്പോൾ പറയും, അല്ല ഞാൻ ഋതു അല്ല, നിങ്ങളുടെ മുത്തശ്ശനാണ്, എനിക്കിപ്പോൾ ഇതാണ് പ്രായം. അപ്പം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഉള്ള പ്രായം, ഇവരെ കൂട്ടാൻ വന്ന സമയത്ത് 30 വയസ്സായിരുന്നു പ്രായം. അത് അദ്ദേഹം നല്ല സോൾ ആയതുകൊണ്ട് അദ്ദേഹം എത്തിപ്പെട്ടത് 6ാമത്തെ 7ാമത്തെ ലെവലിലാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ അവർക്ക് പ്രായം ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ പരലോകം ഇത് നമ്മൾ ഭൂമിയിലുള്ളത് നമ്മുടെ ഒരു അതിഥി മന്ദിരം മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ വീട് എന്ന് പറയുന്നത് പരലോകത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ജീവൻ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ നമ്മുടെ ശരീരത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അവർ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ 6ാമത്തെ മണ്ഡലത്തിൽ എത്തുമ്പോൾ ഇതാണ് അവസ്ഥ. 7ാമത്തെ മണ്ഡലം പിന്നെ വാക്കുകൾക്ക് അതീതമാണ്, സ്വർഗലോകം എന്ന് പറയുന്ന 7ാമത്തെ മണ്ഡലം. അത് കഴിഞ്ഞ് 8, 9 ഒക്കെ ആണെങ്കിൽ 10-ലെത്തിയാലാണ് നമ്മൾ പിന്നെ തിരിച്ച് വരാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കണികയായി മാറി മോക്ഷ എന്നുള്ള ചക്രത്തിലേക്ക് എത്തുന്നത്. അപ്പം ഇതിലേക്കുള്ള യാത്രയാണ് ഓരോ ആത്മാക്കളുടെയും. അത് എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല. ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് പല തരത്തിലുള്ളവർക്ക് വരാറുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാം. ഓക്കെ, പക്ഷെ ഇതാണെന്നാണ് പൊതുവേ അല്ലേ. ഇപ്പോൾ എല്ലാ മതത്തിലാണെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഇസ്ലാമിക് മതത്തിലാണെങ്കിലും പരലോകത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഇതിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലമായിരിക്കും നമുക്ക് ആഫ്റ്റർ ലഭിക്കുന്നത്.